ഇന്ന് സത്യം പറഞ്ഞാൽ വയ്യ. അമ്മയ്ക്ക് ജലദോഷം ചുമയായിരുന്നു. അമ്മ എൻ്റെ അടുത്താണ് കിടക്കുന്നത്. അങ്ങനെ അമ്മയുടെ നിന്ന് എനിക്കത് കിട്ടി. ഒട്ടും വയ്യ സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ കുറച്ച് മാങ്ങ അടക്കം ഉണ്ടായിരുന്നു. അത് ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5-6 മാങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചേതയ്ക്കുന്നു. അങ്ങനെ മാങ്ങയും പൊട്ടിച്ച് വയ്യായിരുന്നു, എന്നാലും മാങ്ങയും പൊട്ടിച്ചെടുത്തിട്ട് ഒരു വേപ്പിൻ്റെ മരമുണ്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങി, വീടിൻ്റെ അടുത്തല്ല കുറച്ച് നീങ്ങി, അവിടെ എനിക്ക് മഞ്ചാടി കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃഷ്ണൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് വെറുതെ പോയി അതിൻ്റെ അടുത്തൊരു മാവുണ്ട്, ചെറിയ മാവ്, ഞാൻ കാണിച്ചു തരാം. അത് പൂത്ത് നിൽപ്പുണ്ട്, ചെറുതാണ്. ഒരു 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 2 വയസ്സുള്ള കൊച്ചിൻ്റെ അത്രയും പൂക്കം കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു മഞ്ചാടി കുരുവും കൂടി ഇന്ന് കിട്ടി. അപ്പോൾ ഇത് റൂമിലുള്ള ഒരു കുഞ്ഞു വെണ്ണ കണ്ണനുണ്ട്, ആ കണ്ണന് വെച്ച് കൊടുക്കാം. മഞ്ചാടി എനിക്ക് നടണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ 1-2 കൊണ്ട് നടാനും ഇട്ടിട്ടുണ്ട്, അത് ഇതുവരെ പൊടിച്ച് കണ്ടില്ല. എന്തായാലും ഇത് വെണ്ണക്കണ്ണന് കാണിച്ചു തരാം ഞാൻ ഇവിടെ വെക്കണേന്ന്. കുളിച്ചിട്ടൊന്നുമില്ല ഇന്ന്, എന്നാലും അങ്ങോട്ട് വെച്ച് കൊടുക്കാം. വൈകിട്ടാണ് കുളിക്കാൻ, കാരണം 21 ദിവസം ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പ്രാർത്ഥിക്കണതിൻ്റെ 21ാമത്തെ ദിവസം ഇന്നാണ്. ഇന്ന് ലുലുവിൽ പോയിരുന്നിട്ട് തീരെ വയ്യാത്തതുകൊണ്ട് അവിടെ ഒരു കേക്കും വെട്ടമില്ലല്ലോ, അവിടെ ഒരു കേക്കും ചോക്ലേറ്റും കൂടി ഡിപ്പ് കിട്ടുമല്ലോ, അത് വാങ്ങാൻ വേണ്ടി ഇരുന്നിട്ട് ഒട്ടും വയ്യാതെ ഇന്ന് അത് ക്യാൻസൽ ചെയ്തതാണ്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരണുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് കൊടുക്കാം. ഇതാണ് വെണ്ണക്കണ്ണൻ. എന്താ ബാക്കി ഒരു കണ്ണനും രാധയ്ക്കും കൂടെ മഞ്ചാടി ഉണ്ട് നേരത്തെ കിട്ടിയത്. അപ്പോൾ ഇത് വെണ്ണക്കണ്ണൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വെണ്ണയുടെ അടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഇരിപ്പുള്ളത് കുന്നിക്കുരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മഞ്ചാടി കുരുവും കൂടി ഇവിടെ ഇരിക്കട്ടെ. കണ്ണാ, താങ്ക് യു. ന്യൂസ് പേപ്പർ കൊണ്ടു അതിന് മുമ്പേ അവർ വന്നടനെ പോയി ചെന്ന് അതാണ് വീട്ടിൽ പോയി എന്ന് പട്ടം. പിന്നെ അതുപോലെ മോളേരിയയില് നമ്മൾ നേരത്തെ ഒന്നും പോയില്ല, 2000 രൂപ കൊണ്ടുവന്നു. ഇതാ കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കയറിയതേ ഉള്ളൂ. 21 ദിവസം ഒരു പ്രത്യേക ഒരു കാര്യം പ്രാർത്ഥിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു വീഡിയോയിൽ കണ്ടതാണ്. അത് എൻ്റെ ഗുരു തുല്യമായിട്ടുള്ള ആ മാമിൻ്റെ ടാരോ പഠിക്കാനൊക്കെ ഞാൻ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ ഇതിലൂടെ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ 21 ദിവസം ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒട്ടും വയ്യ, ജലദോഷവും ഒക്കെ ആയിട്ട് ഒട്ടും വയ്യ. പക്ഷേ ഞാൻ കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ, ഇത് സക്സസ് ആവുമെന്നറിയാം, 1-2 വർഷം സമയം എടുക്കും ചിലപ്പോൾ. ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ പറഞ്ഞുതരാം. എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എന്താണ് പ്രാർത്ഥിച്ചത്, അത് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് അന്ധവിശ്വാസമൊന്നും അങ്ങനെ, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സയൻസിനും ദൈവത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ഒരു അസുഖം വന്നാൽ ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ്. രണ്ടും ഞാൻ ഈക്വലായി ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ സ്പിരിച്വലുമാണ്, അതുകൊണ്ട് എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ദൈവം അതിൻ്റെ ഫലം തരികയാണ് എന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഞാൻ തീർച്ചയായും ഈ പ്രാർത്ഥിച്ച എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടെ, എന്തായാലും ഞാനൊരു മെമ്മറിക്കായിട്ട് എടുത്ത് വെച്ചേ ഉള്ളൂ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോ അതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി, പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇടിയപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ താഴെ പോയി ഇനി പറയണം. അതുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വയ്യ. പക്ഷേ എനിക്ക് എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. പറ്റുമെങ്കിൽ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു വീഡിയോ ആക്കാം. ഇന്ന് മെയ് 10 2026. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇടിയപ്പത്തിന് പൊടിച്ച മാവ് വീട്ടിലുണ്ട്, മെല്ലിന്ന്. ഇതിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് പച്ചവെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. ഇടിയപ്പത്തിന് വെട്ടി തിളയ്ക്കണമെന്നാണ് അമ്മ പറഞ്ഞത്, അതുകൊണ്ട് വെള്ളം വെട്ടി തിളപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇടിയപ്പത്തിൻ്റെ മാവ്. ഇനി ഇത് കുഴച്ച് വയ്ക്കും. ചൂടാറുമ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ച് ഇടിയപ്പം ഉണ്ടാക്കും.
ഒക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വീട്ടിൽ അപ്പോൾ ഞാൻ അതിനെ ഒന്ന് വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെക്കാൻ വിചാരിച്ചു. ഒരു ഫുൾ ചക്കയുണ്ട്, എന്തായാലും തൽക്കാലം കുറച്ച് വൃത്തിയാക്കി വെക്കാം. നല്ല മധുരമുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഈ ബ്രേസ്ലെറ്റിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാമേ. അപ്പോൾ ഇതാണ് ചക്ക, അത്യാവശ്യം മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഞാൻ അധികം കഴിച്ചില്ല, എനിക്ക് വയ്യാതിരിക്കുവാണ്. എന്താണ്, ഉരുളക്കിഴങ്ങും ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുക്കറിലിട്ട് 2 പച്ചമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടും, ബാക്കി പിന്നെ ഇടുമ്പോൾ പറയാം. പൊടികൾ ചിക്കൻ പപ്സും ചായയും കൂടെ കഴിക്കുവാണ്. ഇപ്പോൾ ഒരു 8 മണിയായി. ഇനി ഇത് കഴിച്ചിട്ട് ഇടിയപ്പവും എല്ലാം ഉണ്ടാക്കണം, കറിയും ഒക്കെ പകുതിയായി, ബാക്കി ഉണ്ടാക്കണം. ഫുൾ തേങ്ങ, ചെറിയൊരു തേങ്ങ തിരുകിയിട്ടിട്ടുണ്ട്, 3 പച്ചമുളക്, ഇതും കൂടെ അടിച്ച് തേങ്ങാപ്പാലെടുക്കും. ഇത് കടുക് വറുക്കുമ്പോൾ ഇട്ടാലും മതി, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, അടിച്ചെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒരു വലിയ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി അരിഞ്ഞിടുകയാണ്. ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഇടുകയാണ്. ജസ്റ്റ് 1-2 എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇടണം നിർബന്ധമില്ല വെളുത്തുള്ളി. ഇനി ഞാൻ നേരത്തെ അത് മൂത്ത് വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, 1 ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇട്ടതാണ്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, അതിപ്പം ഇതിൽ തിളയ്ക്കുമ്പോൾ ഇടാം. അപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ഇടുമ്പോൾ വെള്ളം ആയതുകൊണ്ട് തെറിക്കും, അപ്പോൾ കടുക് വറുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ, അറിഞ്ഞുകൂടാത്തവർ. എന്നെ ഷൂട്ട് ചെയ്യണോണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പല ഇതും ഇട്ടതിന് ശേഷമൊക്കെ കാണിക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല, ഒരു പിഞ്ച് ഇട്ടാൽ മതി, ഒരുപാട് ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും, അതുകൊണ്ട് ഒരുപാട് ഇടരുത്. ഇത് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു ഫ്ലേവർ ഇറങ്ങും, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട, ഒരല്പം. ഓക്കെ, ഒരുപാട് ഇട്ടാൽ ടേസ്റ്റ് മാറും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഒരു ടീസ്പൂണിൻ്റെ അളവിന് ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. എടുത്ത ഉരുളക്കിഴങ്ങിൽ എനിക്ക് വെള്ളത്തിൻ്റെ അളവ് അത്ര അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കുറച്ച് വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫുള്ള് എടുത്ത് വെച്ച് കടുക് വറുക്കുമ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അത് നോക്കിയതിന് ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടെ ഇടുമ്പോൾ വെള്ളം കുറച്ച് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. കാരണം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴേ ഒരുപാട് വെള്ളം ആയിപ്പോയി ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം, ഇതിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും, എന്നാലും കളഞ്ഞാലും കുഴപ്പമില്ല, എടുത്ത് ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ ഞാൻ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഉപ്പ് കൂടി വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും, ഇപ്പോൾ കഴിക്കില്ല, ഞാൻ രാത്രിയേ കഴിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് പപ്സ് കഴിച്ചുകൊണ്ട് വിശപ്പില്ല, അപ്പോൾ രാത്രി കഴിക്കുമ്പോൾ ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ ഇടിയപ്പം ഇവിടെ വേവുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കറി ഞാൻ ടേസ്റ്റ് നോക്കി, അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റാണ്, ഭയങ്കര ഹൈപ്പൊന്നും പറയാനില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് തീരെ പിടിക്കാത്തത് എനിക്ക് ഒട്ടും പറ്റൂല, കാരണം എനിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലേ അത് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. തീരെ ടേസ്റ്റ് ഇല്ലാത്തത് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ലായിരിക്കും, ചിലർക്ക് അത് പറ്റില്ല. കുറച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ഒട്ടും പറ്റില്ലായിരിക്കും. എനിക്ക് കുറച്ചെങ്കിലും ടേസ്റ്റ് വേണം. ഇതിപ്പോൾ ഇത് തന്നെ വെള്ളം കൂടുതലാണ് കുറച്ച്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കുക. അല്ലെങ്കിൽ കുക്കർ കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ വെള്ളം അതിൽ കൂടുതൽ ഒഴിച്ചിട്ട് കടുക് വറുക്കുന്ന സമയത്ത് വെള്ളം അതിൽ നിന്ന് എടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടുതലെടുത്ത് കുറച്ച് വെള്ളം ഇട്ടാൽ മതി, ബാക്കി കളഞ്ഞേക്കുക. അപ്പോൾ ഇനി ഞാൻ കഴിക്കുമ്പോൾ ഇത് കാണിച്ചു തരാം. ഇനി അത്രയേ ഉള്ളൂ. പാത്രം എന്താ കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടി പോവുകയാണ്. ഈ ക്ലിപ്പ് കിടന്നോട്ടെ, എന്തായാലും ഞാൻ പാത്രം കഴുകിയ ഇതിൽ പരുവ് എന്തോ ആണ് കേട്ടോ മീനിൻ്റെ. അപ്പോൾ എല്ലാം കഴുകാനുള്ളതല്ല, അതിൽ മീനാണ്. അപ്പോൾ ഇവിടെയൊക്കെ കഴുകാനുള്ള പാത്രമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി ക്ലിയർ ചെയ്തിട്ട് ഞാൻ എല്ലാം കഴുകിയത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പാത്രങ്ങളാണ് കഴുകിയാൽ. വെത്താണം ഞാൻ തുടച്ചില്ല, എനിക്കിനി അതിനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട്, ഇത്രയും. അപ്പോൾ ഇന്നത്തോടെ ഇനി ഉരുളക്കിഴങ്ങ് കറി കോരി വയ്ക്കണം. ഇടിയപ്പം
അതിൽ തന്നെ ഇരിക്കട്ടെ, എല്ലാവരും കഴിച്ചോളും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കറി കോരി വയ്ക്കണം, അതോടെ ജോലിയെല്ലാം നിർത്തി. ഇപ്പോൾ അടുക്കള ജോലിയൊക്കെ തീർത്തിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊന്നും ചെയ്യാനുള്ള അവധി ഉണ്ടായിരുന്നില്ല. പിന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് കഴിക്കാൻ തോന്നി. ലുലുവിൽ പോകാനൊക്കെ ഇരുന്നല്ലേ, അപ്പോൾ ലുലുവിൽ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കാത്തത് കൊണ്ട് ഇടിയപ്പം കറിയും ഉണ്ടാക്കി വെച്ചു. പക്ഷേ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇതാണ്, ആരെങ്കിലും ഉണ്ടാക്കി തരുന്നത് കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ അത് നടക്കാറില്ല മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കറിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി രാത്രിയായിട്ട് കഴിക്കാം. പപ്സ് കഴിച്ചുകൊണ്ട് വിശപ്പില്ല. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിക്സ് ഇട്ടേക്കുവാണേ, ജലദോഷം നന്നായിട്ടുണ്ട്. നാളെ പറ്റുമെങ്കിൽ മരുന്ന് വാങ്ങിക്കണം. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്, കാരണം വയ്യല്ലോ, ജലദോഷമുണ്ട്, പിന്നെ വണ്ണമുണ്ട്. അപ്പോൾ ഞാൻ ഒരു വണ്ണം കുറയ്ക്കാനുള്ള ഒരു പരിപാടി തുടങ്ങാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരു മോട്ടിവേഷൻ ആവും. പിന്നെ എന്തെങ്കിലും നല്ല ഹെൽത്തി ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇത് ഇവിടെ വേറൊരു ലൈറ്റ് ഉണ്ട്, അതാണ് ആ പച്ച കളർ വെട്ടം, കണ്ടോ? രാത്രി അതിട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഈ ലൈറ്റ് ഓഫ് ചെയ്യും, ട്യൂബ് ലൈറ്റ്. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആരെങ്കിലും എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ പറയുക. നമ്മൾ ഭയങ്കരമായ ഡയറ്റും കാര്യങ്ങളും ഇല്ല, ഭയങ്കരമായ എന്ന് പറഞ്ഞുകൂടാ. എക്സസൈസ് ഞാൻ ഒന്ന് നോക്കട്ടെ, പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ആദ്യമേ കയറി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവർക്കേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്തു നോക്കട്ടെ. പിന്നെ എൻ്റെ വീഡിയോസ് ഒരു മോട്ടിവേഷൻ പോലെ എടുത്താൽ മതി. ആസ് സച്ച് അത് എടുത്ത് വെച്ച് നിങ്ങൾ അത് തന്നെ അനുകരിക്കുന്നത് നല്ലതല്ല. നമ്മളെല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ചെയ്താലും നല്ലതാണ്. ഹെൽത്തി വേയിൽ വണ്ണം കുറയ്ക്കുന്നതും വണ്ണം കൂട്ടുന്നതും ഒക്കെയാണ് നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഡയറി മിൽക്ക് ഓറിയോ സിൽക്ക് വാങ്ങിക്കാൻ പറഞ്ഞ് എൻ്റെ ബ്രദറിനെ വിട്ടപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഡയറി മിൽക്ക് സിൽക്ക് ചോക്ലേറ്റ്. ഇത് 205 രൂപ, അത് 220 അങ്ങാണ്ട, അതോ 205 തന്നെ എന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. എന്തായാലും പണി പാളി. ഞാൻ പോയി എടുത്തില്ലെങ്കിൽ അവനിങ്ങനത്തെ ചോക്ലേറ്റ് ഒന്നും അവൻ അധികം കഴിക്കാറുമില്ല. അവന് വാങ്ങാനും അറിഞ്ഞൂടാ അധികം. എന്ത് പറഞ്ഞാലും മാറിപ്പോവും. 5 സ്റ്റാറൊക്കെ അറിയാം, അങ്ങനെ 5 സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 സ്റ്റാർ കഴിക്കാം. ഇത് രണ്ടും വെച്ചേക്കാം. ഇത് പിന്നെ കഴിക്കാം. ഇത് കുറച്ച് ഉണങ്ങിയതിന് ശേഷം കഴിക്കാം അല്ലേ, ഒരു 3-4 കിലോ കുറഞ്ഞിട്ട് ആ സന്തോഷത്തിൽ കഴിക്കാം അല്ലേ, ചീറ്റ് മീലായിട്ടൊക്കെ കഴിക്കാം അല്ലേ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. ഇപ്പോൾ മണി 10:30 സത്യം പറഞ്ഞാൽ ജലദോഷം ഉള്ളതുകൊണ്ട് കഴിക്കാനൊന്നും തോന്നണില്ല. പിന്നെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് പിന്നെ വിശപ്പില്ല, പപ്സ് കഴിച്ചല്ലോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഞാൻ പോയി കുറച്ച് എന്തെങ്കിലും എടുത്തിട്ട് വരാം, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയും നേരം യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ ഷോർട്സും ടാരോ റീഡിങ് വലുതായിട്ട് കണ്ടില്ല. ഡ്രാമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഡ്രാമയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ചിലത് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പോയി ഫുഡ് എടുത്തിട്ട് വന്ന് കഴിക്കാം, എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് ഉറങ്ങാം. താമസിച്ചാണ് ഉറങ്ങുക, അപ്പോൾ താമസിച്ചേ കിടക്കുള്ളൂ. അതുവരെ എന്തെങ്കിലും ടാരോ റീഡിംഗ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്, ഹിന്ദിയുടേതും ഇംഗ്ലീഷും ഒക്കെ. മലയാളം തമിഴൊന്നും ടാരോ റീഡിങ് കാണാറില്ല, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെയാണ് കാണാറ്. അപ്പോൾ അത് കാണാം. നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇത് 3 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. 2 ഇടിയപ്പം, ഒരു ചെറിയ ഇടിയപ്പം, ഉരുളക്കിഴങ്ങ് കറി, ചായ. അപ്പോൾ ഇത് കഴിക്കട്ടെ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഞാൻ കുറേ നേരം ടാരോ റീഡിംഗ് ഒക്കെ കണ്ട് ബേക്കറി വാങ്ങിച്ചല്ലോ, അതിൽ ജാം റോളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട്. ജാം റോളെന്ന് പറയുമ്പോൾ ഒരു കേക്കാണ്, കേക്കിൽ ക്രീമൊക്കെ ഉള്ള ഒരു സാധനം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും ഒരെണ്ണമൊക്കെ. അത്രയേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്, ചെറിയ ചൂടും ഉണ്ട്. അപ്പോൾ ഇനി നാളെ വീഡിയോ എടുക്കാൻ സാധ്യതയില്ല, അറിയില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ.